നമ്മൾ എഗ്രിയൊക്കെ കൊടുത്തു പോകുന്നു, നമ്മൾ സൈനപ്പ് ചെയ്യുന്നു, ഇമെയിൽ ഐ ഡി കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു. ഇത് പ്രത്യേകിച്ചൊരു എക്സ്ട്രാ നമ്മൾ ഒരു എഫേർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ജിമെയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിംപ്ലിസിറ്റിയോട് കൂടി തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു OTP വരും, ഇമെയിലുള്ള OTP എൻ്റർ ചെയ്യുക, അങ്ങനെയുള്ളത് നമുക്ക് അതിൽ എന്ത് പറയുന്നു അങ്ങനെ. പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ, അതായത് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന മൊബൈൽ നമ്മളുടെ വാക്വം ക്ലീനറും ഒരു വൈഫൈ കണക്ഷൻ ആയിരിക്കണം. കാരണം ഇതിൽ ഡയറക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ വേറൊരു മൊബൈലിലോ അല്ലെങ്കിൽ ഒരു വൈഫൈയിലോ ഈ രണ്ട് ഫോണും വാക്വം ക്ലീനറും കണക്റ്റഡ് ആകാൻ പാകത്തിന് ഒരു വൈഫൈയും കൂടെ സെറ്റപ്പ് ചെയ്ത് വെക്കണം. ആ ഇനിഷ്യൽ സ്റ്റേജിൽ മാത്രമേ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വൈഫൈയുടെ ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് മൊബൈലിൻ്റെ നെറ്റ്വർക്കിലൂടെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പോയാൽ മതി. വേറെ ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും ഇതിലില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് അതിൽ പറയുന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോയാൽ മതി. അപ്പോൾ ആപ്പൊക്കെ നമ്മൾ ചെയ്തു. ഇത് കൂടാതെ നമ്മൾ ആ ഡിവൈസ് ആഡ് ചെയ്യണം. ആ ഡിവൈസ് കൊടുത്തിട്ട് ഈ സമയത്താണ് മെയിനായിട്ട് നമ്മൾ വൈഫൈയിലേക്ക് കണക്ഷൻ വേണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡയറക്റ്റ് മൊബൈലായിട്ട് ബന്ധപ്പെടാനില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഡിവൈസ് വൈഫൈ ഡിറ്റക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഡിവൈസ് ഉണ്ടെന്ന് പറയും. അങ്ങനെയാണ് നമ്മുടെ മൊബൈലുമായിട്ട് ആദ്യം കണക്ഷൻ വരുന്നത്. അതൊന്ന് ബ്ലൂടൂത്ത് വഴി ചെയ്യാം. നമ്മൾ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഓൾവേസ് വൈൽ യൂസിങ് ദ ആപ്പ് നമ്മൾ ലൊക്കേഷൻ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. കണ്ട A20യുടെ നമ്മുടെ വാക്വം ക്ലീനറിൻ്റെ അവിടെ ഒരു ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. അത് മൊത്തത്തിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന വാക്വം ക്ലീനറിൻ്റെ എല്ലാ ലിസ്റ്റും ഉണ്ട്. അതിൽ നമ്മുടെ വാക്വം ക്ലീനർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമ്മൾ വൈഫൈയുടെ പാസ്വേഡ് ഇൻപുട്ട് ചെയ്യുന്നു. അപ്പോൾ അതിൽ ബാക്കി അതിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം നമ്മൾ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ വൈഫൈ റോബോട്ടിക് വാക്വം ക്ലീനറുമായിട്ട് ബന്ധപ്പെടുത്തുമല്ലോ, അതിൻ്റെ പ്രൊസീജിയറാണ് നമ്മൾ ഈ ചെയ്യുന്നത് മുഴുവൻ. അങ്ങനെ ചെയ്തു വരുമ്പോഴത്തേക്കും അതിൽ ഇൻസ്ട്രക്ഷൻ വരും. നമ്മൾ ആ പവർ സ്വിച്ചിൽ ഒരു ഇത്ര സമയം പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനനുസരിച്ച് നമ്മൾ മൊബൈലിലും കൂടി കൊടുക്കുക. അതിൻ്റെ ഒപ്പം പവർ സ്വിച്ചും ചാർജിങ് സ്റ്റേഷൻ്റെ സ്വിച്ചും കൂടി ഒരുമിച്ച് ഡബിൾ പ്രസ് ചെയ്തിട്ട് ഒരു 5 സെക്കൻഡ്സ് പിടിക്കുക. അപ്പോൾ ഇൻഡിക്കേഷൻ വരും. അപ്പോൾ ഇതെല്ലാം വോയിസ് പ്രോംപ്റ്റ് ആയിരിക്കും നമ്മുടെ റോബോട്ടിക് വാക്വം ക്ലീനറിൽ നിന്ന്. അതിനനുസരിച്ച് തന്നെ മൂവ് ചെയ്ത് പോയാൽ മതി. നെക്സ്റ്റ് അടിച്ച് പോയി കഴിയുമ്പോഴത്തേക്കും ഈ റോബോട്ടിക് വാക്വം ക്ലീനർ നമ്മുടെ വൈഫൈ ആയിട്ട് ബന്ധപ്പെടും. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ വൈഫൈ ഓൾറെഡി നമ്മുടെ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, വാക്വം ക്ലീനറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. കണ്ടില്ലേ? ഇപ്പം നമ്മുടെ ഡിവൈസ് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പരമാവധി വൈഫൈ ഡിവൈസും വാക്വം ക്ലീനറും കൂടാതെ നമ്മുടെ മൊബൈലൊക്കെ ഏറ്റവും അടുത്താണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി സ്പീഡായിട്ട് ഇതിൻ്റെ കണക്ഷൻ ഓക്കെ ആകും. അതിന് കൗണ്ട് ഡൗൺ വരുവാണ്. ഏകദേശം നമുക്ക് പെട്ടെന്ന് തന്നെ വലിയ താമസമൊന്നും ഇല്ലാതെ തന്നെ ആഡ് ചെയ്തു. നമ്മുടെ ആ മെഷീൻ നമ്മുടെ ആപ്പുമായിട്ട് വാക്വം ക്ലീനർ ആഡ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറമെ ഈ വാക്വം ക്ലീനറിൻ്റെ ഇത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ന്യൂ അപ്ഡേറ്റ്സ്, ഇത് റോബോട്ടിക് വാക്വം ക്ലീനറിൻ്റെ അപ്ഡേറ്റ്സ് ഓൾഡ് വെർഷനാണ്. അത് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അത് കുറച്ച് സമയം എടുക്കുന്നതാണ്. നമ്മൾ അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി ഫോണിൻ്റെയൊക്കെ നമ്മൾ ആൻഡ്രോയിഡ് വെർഷൻ